Redmi Pad 2 എന്ന പുതിയൊരു ടാബ്ലറ്റ് ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ടാബിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പോൾ പറയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് Redmi Pad 2 എന്ന ടാബ്ലറ്റിനെ പറ്റിയിട്ടാണ്. ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ Redmi Pad 2-ൽ 10.95 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ വന്നേക്കാം. ഇതിൽ 2K റെസൊല്യൂഷനൊക്കെ വരുന്നതായിരിക്കും. AMOLED ഡിസ്പ്ലേ വരാൻ ചാൻസ് ഇല്ല. LCD പാനലായിരിക്കും ഈ ടാബിൽ വരിക. പിന്നെ ഈ ടാബിൻ്റെ വിലയും അതിനനുസരിച്ചിട്ടേ വരാൻ ചാൻസ് ഉള്ളൂ. 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്തേക്കാം. Redmi Pad എന്ന ടാബിൻ്റെ സക്സസർ ആയിട്ടായിരിക്കും Redmi Pad 2 എന്ന ടാബ്ലറ്റ് വരിക. Redmi Pad എന്ന ടാബിൽ 10-bit ഡിസ്പ്ലേ എന്നുള്ള ഫീച്ചർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു ടാബിലും ആ ഒരു ഫീച്ചർ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സൊക്കെ ഈ ടാബിൽ വന്നേക്കാം. പിന്നെ ഈ ടാബിൽ സ്നാപ്ഡ്രാഗൺ 680 എന്ന പ്രോസസ്സർ വരാനാണ് സാധ്യത. Redmi Padൽ മീഡിയാടെക്കിൻ്റെ ഹീലിയോ G99 എന്ന പ്രോസസ്സറായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം അതിൽ നിന്ന് ഇതൊരു അപ്ഗ്രേഡ് ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു അപ്ഗ്രേഡ് ആണ് എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്ഗ്രേഡ് അല്ല എന്ന് മാത്രമല്ല ചെറിയൊരു ഡൗൺഗ്രേഡ് ആണ് എന്നുകൂടി പറയേണ്ടി വരും. ഇതിൽ മീഡിയാടെക്കിൻ്റെ ഹീലിയോ G99 എന്ന പ്രോസസ്സറിലായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ കിട്ടുക. പിന്നെ ഈ ഒരു ടാബിൽ 6GB റാം വരെയും 128GB ഇൻറ്റേർണൽ വരെയും വന്നേക്കാം. മിക്കവാറും ഒരു 4GB റാം വെർഷനും വരുന്നതായിരിക്കും. ചിലപ്പം ഒരു 3GB റാം വെർഷനും വന്നേക്കാം. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ടൊക്കെ ഈ ടാബിൽ വരാൻ സാധ്യതയുണ്ട്. ക്വാഡ് സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഈ ടാബിൽ വരുന്നതായിരിക്കും. Android 13 ബേസ് ആയിട്ടുള്ള MIUI സോഫ്റ്റ്വെയർ ആയിരിക്കും ഈ ടാബിൽ വരിക. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ടാബിൻ്റെ പിന്നിൽ സിംഗിൾ ക്യാമറ സെറ്റപ്പ് വരാനാണ് സാധ്യത. ടാബിൻ്റെ പിന്നിൽ 8 മെഗാ പിക്സലിലെ ക്യാമറ വന്നേക്കാം. പിന്നെ ഫ്രണ്ടിൽ 5 മെഗാ പിക്സലിലെ സെൽഫി ക്യാമറ വരാനാണ് സാധ്യത. ഇനി ബാറ്ററിയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 8000 mAh ബാറ്ററി ഈ ടാബിൽ വന്നേക്കാം. ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇപ്പം പറയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും ഇതിൽ 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടെങ്കിലും വന്നേക്കാം. ഇപ്പോൾ Redmi Padൽ 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പം ഇതിൽ നമുക്കൊരു ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ Type-C ചാർജിങ് പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും. അപ്പം ഇതൊക്കെയാണ് ഇപ്പം ഫീച്ചേഴ്സിനെ പറ്റിയിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. ഇനി ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങളൊന്നും ഇപ്പം അറിയാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും ലോഞ്ച് ഡേറ്റിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊക്കെ പുറത്ത് വരുമ്പം അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം അതുപോലുള്ള വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഇനി വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളും ഇപ്പം അറിയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും നമ്മുടെ എക്സ്പെക്റ്റേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ Redmi Pad എന്ന ടാബ്ലറ്റ് 15,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് വരുന്നത്. അപ്പം ഈ ഒരു ടാബിൻ്റെ വിലയും ഒരു 15,000 രൂപ പ്രൈസ് റേഞ്ചിൽ അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പം കുറച്ചും കൂടി ഒരു കുറഞ്ഞ പ്രൈസ് റേഞ്ചിലായിട്ടും എത്തിയേക്കാം. ചിലപ്പം ഒരു 14,000 രൂപ പ്രൈസ് റേഞ്ചിലേക്കായിട്ടും ഈ ടാബ് ലോഞ്ച് ചെയ്തേക്കാം. എന്തായാലും കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ ഒരു എക്സ്പെക്റ്റേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും Redmi Pad 2 എന്ന പുതിയൊരു ടാബ്ലറ്റ് ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ടാബിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ടാബ്ലറ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.